ഹലോ ഗൈസ്, ഞാനാണ് ബോബിക്കുട്ടി. ഞാൻ നിങ്ങൾ കാണുന്ന പോലെ ഒരാളല്ല. ഇത് ഞാൻ ബോബിനെ കൊണ്ട് പറഞ്ഞു പറയിച്ചതാണ്. ബോബിക്കുട്ടീനെ നമ്മുടെ ഫോളോവേഴ്സൊക്കെ കണ്ട് സംസാരിക്കാനൊക്കെ വരുമ്പോൾ ബോബിക്കുട്ടി തലയും കുനിച്ചൊരു നിൽപ്പുണ്ട്. ഇങ്ങനെ ഒരു അനുഭവം ഉള്ളവർ ഇവിടെ കമൻറ്റ് ചെയ്തേക്കൂട്ടോ. എന്നാൽ ആളൊരു പാവാണ്, പക്ഷെ അവളുടെ സ്വഭാവത്തിന് പറ്റിയ ആൾക്കാരായിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ വിടാറില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിതാ ബോബിക്കുട്ടീനെയും കൂട്ടിയിട്ട് നിന്ന് പായസം വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ സന്തോഷത്തോടെ കേട്ടോ വന്നത്. ഒരു അച്ചസഹായും കൂടിയാണ് നമ്മുടെ ബോബിക്കുട്ടി. ഇതേ കണ്ടില്ലേ, നമ്മുടെ കാറിൻ്റെ ഡോറൊക്കെ പിടിച്ചിരുന്നുണ്ട് പായസങ്ങൾ കയറ്റാൻ വേണ്ടിയിട്ടേ. അങ്ങനെ കൊണ്ടുകൊണ്ട് പായസമൊക്കെ സെറ്റാക്കി കാറിൽ കയറ്റിയതിന് ശേഷം ഞങ്ങളിത് പോകാൻ നിൽക്കുക കേട്ടോ. വിഷുക്കാലത്തോട് അടുപ്പിച്ച് പൂക്കേണ്ട കണിക്കൊന്നൊക്കെ ഇപ്പോഴേ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ ഫെബ്രുവരി 18 ആയിട്ടുള്ളൂ. ഒരു ഇടമഴയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ വന്നേനെ. ഇപ്പോഴത്തെ പുല്ലിൻ്റെ കളറും മാൻ്റെ കളറും ഒരുപോലെയാണ്. തിരുനെല്ലി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബോബിക്കുട്ടി ഇവിടെ എത്തേണ്ട താമസം ഉണ്ടായിട്ടുള്ള ബോബിക്കുട്ടി കൈ ചൂണ്ടി കാണിച്ച് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് കരച്ചിലായി. ഇപ്പോഴല്ലേ ബോബിക്കുട്ടിയുടെ രാവിലത്തെ സന്തോഷം എന്തുകൊണ്ടായിരുന്നു എന്ന് മനസ്സിലായത്. ബോൾ പോലത്തെ 6 ഉണ്ടയുള്ള 2 തോക്ക് കയ്യിൽ നിന്ന് 140 അങ്ങ് പോയി. ഇത് അച്ഛനല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ബോബിക്കുട്ടിയുടെ ഒരു നോട്ടം. കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അടുത്തുള്ള കടകളിൽ നിന്നും എന്തെങ്കിലും എടുത്തിട്ട് പോക്കാണ് ഇവന്മാരുടെ മെയിൻ പണി. 5 മിനിറ്റ് സമയം കൊണ്ട് തോക്കിനോടുള്ള താല്പര്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് എന്തെങ്കിലും വാങ്ങിക്കാനുള്ള ബോബിക്കുട്ടിയുടെ അടുത്ത പരിപാടിയാണ്. ഇതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ശീലിപ്പിച്ചത് ഞാൻ തന്നെയാണ്. ഇനി അങ്ങോട്ടൊരു സ്പോൺസർ ഡീറ്റെയിൽസ് ആണ്. അന്ന് നമ്മുടെ പായസം കുടിച്ചവർ ഇവരൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്ന സുധി എന്ന് പറഞ്ഞൊരാളുടെ ചരമവാർഷികത്തിന്റെ വകയായിരുന്നു അന്നത്തെ പായസം കേട്ടോ. അന്ന് നമുക്ക് ഒരുപാട് പേർക്ക് പായസം ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റി കേട്ടോ. ഇനി അങ്ങോട്ട് കാണുന്ന വീഡിയോസൊക്കെ ഫെബ്രുവരി 19 എടുത്തതാണ്. ഷിനിൽ എന്ന് പറഞ്ഞ ഒരാളുടെ ഓർമ്മദിനത്തോടനുബന്ധിച്ചാണ് അന്ന് ഞങ്ങൾ എല്ലാവർക്കും പായസം കൊടുത്തിരുന്നത്. ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങളാണ് അന്നത്തെ പായസം മുഴുവനും സ്പോൺസർ ചെയ്തിരുന്നത്. ഇനി അങ്ങോട്ടേക്ക് കാണുന്നത് ഫെബ്രുവരി 20 എടുത്ത വീഡിയോസ് കേട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്ന മുത്തശ്ശന്റെ ചരമവാർഷികത്തിന്റെ വകയായിരുന്നു അന്ന് നമ്മൾ പായസം കൊടുത്തിരുന്നത്. എല്ലാ ദിവസവും നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് ഇതുപോലെ വീഡിയോയിൽ ആഡ് ചെയ്ത് കാണിക്കുന്നത്.